യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 4 വർഷം തികയുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞയാഴ്ച നടന്ന 3-ാം റൗണ്ട് സമാധാന ചർച്ചയും കാര്യമായ പുരോഗതിയില്ലാതെ പിരിയുകയായിരുന്നു. യുക്രൈനിൽ റഷ്യൻ വ്യോമാക്രമണം ശക്തമായി തുടരുന്നു. യുക്രൈനും റഷ്യയിലെ ഊർജ്ജ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. യുക്രൈനിലെ 20% പ്രദേശം നിലവിൽ റഷ്യൻ നിയന്ത്രണത്തിലാണ്. ഇത് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് റഷ്യ. യുക്രൈനാകട്ടെ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കാനും ഒരുക്കമല്ല. വിട്ടുവീഴ്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകണമെന്ന യുഎസ് നിലപാടിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 3-ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പുടിൻ ഇതിനോടകം യുദ്ധം ആരംഭിച്ചുവെന്നും റഷ്യയുടെ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതിലൂടെ ലോക മഹായുദ്ധം പൂർണ്ണ തോതിലാകുന്നത് തടയാനാണ് യുക്രൈൻ ശ്രമിക്കുന്നതെന്നും സെലൻസ്കി പറഞ്ഞു. ഇക്കാര്യത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമാണ് തന്റെ കാഴ്ചപ്പാടെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസിൽ നിന്ന് കൃത്യമായ സുരക്ഷാ ഉറപ്പുകൾ താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അത് പ്രസിഡന്റിന്റെ മാത്രം തീരുമാനമായിരിക്കരുത്, മറിച്ച് ഭരണഘടനാപരമായ മാറ്റങ്ങളില്ലാത്ത ഉറപ്പായിരിക്കണം. 1991 രാജ്യം സ്വതന്ത്രമായപ്പോഴുള്ള അതിർത്തികൾ തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ റഷ്യൻ സൈന്യം ശക്തമായതിനാൽ ഇപ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കും. സൈനിക ബലവും ആയുധങ്ങളും നിലവിൽ ഇതിന് പര്യാപ്തമല്ലെന്നും വ്ളാഡിമിർ സെലൻസ്കി സമ്മതിച്ചു. ഡൊനെറ്റ്സ്ക്, ഖെർസൺ, പോറിഷ്യ മേഖലകളിലെ റഷ്യ പിടിച്ചെടുക്കാത്ത ഭാഗങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നും വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. ഇത് കേവലം ഭൂമിയുടെ പ്രശ്നമല്ല, അവിടെ വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഉപേക്ഷിക്കുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കും. തന്റെ കാലാവധി കഴിഞ്ഞെങ്കിലും സുരക്ഷിതമായ സാഹചര്യം ഒരുക്കാതെ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് റഷ്യൻ ഇടപെടലുകൾക്ക് വഴിവെക്കുമെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള സമാധാന കരാറിൽ മാർച്ചോടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎസ് യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഭൂപ്രദേശങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ സമയപരിധി നീളാനാണ് സാധ്യതയെന്നാണ് വിവരം. സമാധാന കരാറിന്മേൽ യുക്രൈനിലെ വോട്ടർമാർക്കിടയിൽ ഒരു ഹിതപരിശോധന നടത്തും. ഇതോടൊപ്പം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പും നടത്താനാണ് പദ്ധതി. അബുദാബിയിലും മായാമിയിലും നടന്ന കൂടിക്കാഴ്ചകളിൽ വോട്ടെടുപ്പ് എത്രയും വേഗം നടത്തുന്നതാണ് നല്ലതെന്ന് സ്റ്റീവ് വിറ്റ്കോഫ്, ജാറെഡ് കുഷ്നർ എന്നിവരടങ്ങുന്ന യുഎസ് ചർച്ചാ സംഘം യുക്രൈനെ അറിയിച്ചിരുന്നു. എന്നാൽ അബുദാബിയിൽ നടന്ന 2-ാം ഘട്ട ചർച്ചകൾക്ക് ശേഷം 314 യുദ്ധ തടവുകാരെ മോചിപ്പിക്കാനും ചർച്ചകൾ തുടരാനും ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിൽ നടത്തിയ പൂർണ്ണമായ അധിനിവേശത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം 2-ാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷമായി മാറി. 10,000-കണക്കിന് യുക്രൈനിയൻ സിവിലിയന്മാർ കൊല്ലപ്പെടുകയും നഗരങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തു. ഇരുവശത്തുമുള്ള ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. യുദ്ധക്കളത്തിൽ യുക്രൈൻ ഒരു അപൂർവ നേട്ടം കൈവരിച്ചു. തെക്കൻ മുൻനിരയുടെ ഒരു ഭാഗത്ത് 400 ചതുരശ്ര കിലോമീറ്ററിലധികം നിയന്ത്രണം യുക്രൈനിയൻ സൈന്യം പുനഃസ്ഥാപിച്ചതായി കമാൻഡർ ഇൻ ചീഫ് ഒലക്സാണ്ടർ സിർസ്കി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ റഷ്യ വിശേഷിപ്പിക്കുന്നത് ഡോൺബാസിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക സൈനിക നടപടി എന്നാണ്. ഡോൺബാസിൽ 2014 മുതൽ റഷ്യൻ വിമതരും യുക്രൈൻ സൈന്യവും ഏറ്റുമുട്ടൽ തുടരുന്നു. നാറ്റോയുടെ ഭാഗമാക്കാനുള്ള യുക്രൈന്റെ നീക്കവും പാശ്ചാത്യാനുകൂല നിലപാടുകളും റഷ്യയെ പ്രകോപിപ്പിച്ചു. ഇതുവരെ 55,000 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് യുക്രൈന്റെ കണക്ക്. എന്നാൽ യുക്രൈനിൽ 1.5 ലക്ഷത്തോളം, റഷ്യയിൽ 3 ലക്ഷത്തിലേറെയും സൈനികർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് റിപ്പോർട്ട്. റഷ്യ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 15,000 സാധാരണക്കാർ യുക്രൈനിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കരുതുന്നു. അതേസമയം യുക്രൈനിൽ അഭയാർത്ഥികളായവരുടെ എണ്ണം ദശലക്ഷങ്ങളാണ്. 54 ലക്ഷം പേർ യൂറോപ്പിലും 4 ലക്ഷം മറ്റിടങ്ങളിലുമായി അഭയാർത്ഥികളായി. ആക്രമണം യുക്രൈൻ എന്ന പോലെ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഏൽപ്പിച്ച ആഘാതം ശക്തമാണ്. അടുത്തിടെ രാജ്യത്ത് മൂല്യവർദ്ധിത നികുതി 20% നിന്ന് 22% ഉയർത്തിയിരുന്നു. തുടക്കത്തിൽ റഷ്യയുണ്ടാക്കിയ നേട്ടങ്ങൾ പലതും ഇപ്പോൾ നഷ്ടമായെന്നും യുക്രൈൻ മികച്ച നിലയിൽ പ്രതിരോധിക്കുന്നുവെന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.